കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം തെളിയുന്നതിന് മുൻപേ ബി.ജെ.പിക്കുള്ളിൽ പടലപ്പിണക്കങ്ങളുടെ വെടിക്കെട്ടിന് തിരികൊളുത്തി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് വിശകലനത്തിനായി വിളിച്ചു ചേർത്ത യോഗങ്ങൾ പോർവിളികൾക്കും പരസ്പരമുള്ള പഴിചാരലുകൾക്കുമാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഡൽഹിയിലെ ശീതീകരിച്ച മുറികളിലിരുന്ന് ഡാറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സളക്കാൻ നോക്കിയ കേന്ദ്ര നേതൃത്വത്തിന്റെ അതിബുദ്ധിക്കേറ്റ കനത്ത പ്രഹരമാണ് ഇപ്പോൾ താഴെത്തട്ടിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധം. കേരളം എന്നത് ബി.ജെ.പിക്ക് എന്നും പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു ലബോറട്ടറി മാത്രമാണെന്ന വികാരം അണികളിൽ ശക്തമാണ്. ഓരോ തവണയും പുതിയ ഫോർമുലയുമായി വരികയും വട്ടപൂജ്യത്തിൽ ഒതുങ്ങുകയും ചെയ്യുന്ന ഈ വിചിത്രമായിട്ടുള്ള രാഷ്ട്രീയ ശൈലിയെ പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ പച്ചയ്ക്ക് പരിഹസിക്കുകയാണ്. ഇത്തവണത്തെ ബി.ജെ.പി നാടകത്തിലെ ഏറ്റവും വലിയ തമാശ സീറ്റ് വിഭജനമായിരുന്നു. ഘടകകക്ഷികളായിട്ടുള്ള BDJS-നും 2020-ക്കും വാരിക്കോരി സീറ്റുകൾ ദാനം ചെയ്ത് ഏത് സർവേയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് പ്രവർത്തകരുടെ ചോദ്യം. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ മണ്ണിൽ രാഷ്ട്രീയത്തിന്റെ മണമറിയാത്ത കോർപ്പറേറ്റ് കമ്പനിക്കാർക്കും തട്ടിക്കൂട്ട് പാർട്ടികൾക്കും വേണ്ടി ചുവരെഴുതേണ്ടി വന്ന അടിമക്കൂട്ടങ്ങളായി BJP അണികൾ മാറുകയും ചെയ്തു. കേരളത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ പരിഹസിക്കുന്ന രീതിയിൽ 2020-ക്ക് 19 സീറ്റുകൾ നൽകിയ കേന്ദ്രത്തിന്റെ തീരുമാനം സംസ്ഥാന നേതൃത്വം കണ്ണടച്ച് വിഴുങ്ങിയതാണ് വലിയ പൊട്ടിത്തെറിക്ക് കാരണമായത്. സംഘപരിവാറിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളിൽ പോലും ആരെന്ന് ആർക്കും അറിയാത്ത സ്ഥാനാർത്ഥികളെ കെട്ടി അങ്ങ് ഇറക്കിയപ്പോൾ അത് പാർട്ടിയുടെ ആത്മഹത്യാപരമായിട്ടുള്ളൊരു നീക്കമായി മാറുകയും ചെയ്തു. കേന്ദ്ര നേതൃത്വം ഏർപ്പെടുത്തിയ സ്വകാര്യ ഏജൻസികളുടെ സർവേ റിപ്പോർട്ടുകൾ നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന ന്യായീകരണം കേട്ട് അണികൾ ചിരിക്കണോ അതോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ്. മണ്ണിൽ പണിയെടുത്തുണ്ടാക്കുന്നതല്ല രാഷ്ട്രീയമെന്നും ഏതെങ്കിലും ഏജൻസികളുടെ എക്സൽ ഷീറ്റിൽ തെളിയുന്നതാണ് ജനവിധി എന്നും വിശ്വസിക്കുന്ന കേന്ദ്ര നേതൃത്വം കേരളത്തെ ഒരു ഗിനിപ്പന്നിയെ പോലെയാണ് കാണുന്നത്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും അന്യ പാർട്ടിക്കാർക്ക് വോട്ട് പിടിക്കേണ്ടി വന്ന പ്രവർത്തകർ യോഗങ്ങളിൽ അമർഷം അങ്ങനെ രേഖപ്പെടുത്തി. മുൻപ് BJP-യിൽ നിന്ന് ആട്ടി പുറത്താക്കിയവർ പോലും സഖ്യകക്ഷികളുടെ ലേബലിൽ സ്ഥാനാർത്ഥികളായി വന്നത് കണ്ടപ്പോൾ BJP ഓഫീസുകൾ തന്നെ പരിഹാസ കേന്ദ്രങ്ങളായി മാറി. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ ഇതിലും ദയനീയമായിരുന്നു. 2020 പോലുള്ള പാർട്ടികൾക്ക് 19 സീറ്റുകൾ നൽകിയെങ്കിലും ആ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ ആളില്ലാത്ത അവസ്ഥയായിരുന്നു. ഒടുവിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പോലും നോക്കാത്തവരെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഗന്ധമറിയാത്തവരെയും പിടിച്ചങ്ങ് കെട്ടിയിറക്കി. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിൽ വന്നിരുന്നത് തങ്ങൾക്കും ഒന്നും അറിയില്ല എന്ന് ക്ഷമാപണം നടത്തിയ സ്ഥാനാർത്ഥികളെയാണ് BJP-ക്ക് ചുമക്കേണ്ടി വരികയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും പറഞ്ഞു കൊടുക്കേണ്ടി വന്ന പ്രാദേശിക നേതാക്കളുടെ ഗതികേട് ചർച്ചയാകുമ്പോൾ ഈ പരീക്ഷണങ്ങളെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. രാഷ്ട്രീയത്തെ ഒരു ഇവന്റ് മാനേജ്മെന്റായി കാണുന്ന കേന്ദ്ര നേതൃത്വവും അതിന് കുണപിടിക്കുന്ന സംസ്ഥാന നേതാക്കളും പാർട്ടിയെ കുഴിതോണ്ട് മൂടുകയാണെന്ന് അണികൾ തുറന്നടിക്കുകയാണ്. BJP വലിയ പ്രതീക്ഷയോടെ അവതരിപ്പിച്ച ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടിയുടെ തമാശയും ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നുണ്ട്. ചായ സൽക്കാരങ്ങളും ഈസ്റ്റർ വിരുന്നുകളും സംഘടിപ്പിച്ചാൽ ക്രൈസ്തവ വോട്ടുകൾ മൊത്തമായി പെട്ടിയിലാക്കാമെന്ന് കരുതിയത് ഏത് ലോകത്തിരുന്നാണെന്ന് അണികൾ ചോദിക്കുന്നുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരളത്തിലെ BJP നേതാക്കൾ ഒരു തോൽവിയിൽ നിന്ന് അടുത്ത തോൽവിയിലേക്ക് വീഴുന്നത് അണികൾക്ക് ശീലമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ പരീക്ഷണം പാർട്ടിയുടെ അന്തകനാകുമെന്നാണ് വിലയിരുത്തൽ. ഡൽഹിയിൽ നിന്നുള്ള കൽപ്പനകൾ കണ്ണും പൂട്ടി അനുസരിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് മിണ്ടാട്ടമില്ലാത്തത് വലിയ വീഴ്ചയായി. 2020 പോലുള്ള ഒരു പാർട്ടിയെ തലയിലേറ്റിയത് വഴി തങ്ങളുടെ അടിത്തറ തന്നെ അവർക്ക് പകുത്തു നൽകുകയായിരുന്നു. ഫലം പുറത്തു വരുന്നതോടെ പാർട്ടിയിൽ ഒരു ആഭ്യന്തര കലാപം എന്താണെങ്കിലും ഉറപ്പാണ്.